ഈ സീസൺ ചീത്തവിളിയുടെ ബിഗ് ബോസ്. ആരും ചെരിപ്പറിഞ്ഞത് ശരിയോ? അബിയും റെനയും തമ്മിലുള്ള ഒടിഞ്ഞ പോരിന്റെ സത്യമല്ല. നമസ്കാരം. ഇന്നലത്തെ ബിഗ് ബോസ് കണ്ട പിന്നെ ബിഗ് ബോസ് കാണാൻ തോന്നത്തില്ല ഗൈസ്. തെറിയുടെ പൂരം. നമ്മൾ ഈ ചന്തവഴക്കെന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ ഇന്നലെ അവിടെ നടന്നത്. നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഇന്നലത്തെ 2 പരിപാടിയായിരുന്നു. അവിടെ ഭൂമി കയ്യേറ്റം, അതുപോലെ രാവിലത്തെ ഒരു കാന്താരി ടാസ്ക്, പിന്നെ വൈകിട്ടത്തെ സ്റ്റോറി ടെല്ലിങ്. അപ്പൊ ഇതിനകത്തില് നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്, സ്റ്റോറി ടെല്ലിങ് പറയുമ്പോൾ ഓരോരുത്തരുടെ വികാരങ്ങളാണ് കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ വീടിന്റെ ഒക്കെ സാഹചര്യങ്ങളാണ് പറയുന്നത്. ഇതിനകത്തില് പലരും വന്നിട്ട് പറയുന്നത് സെന്റിമെന്റൽ ആകാൻ വേണ്ടി പറയുന്നതാണോ എന്നൊക്കെ ഇപ്പൊ സ്റ്റോറി ടെല്ലിങ് തോന്നിപ്പോകുന്നതാണ്. എന്തായാലും ശരി, ഇന്നലെ ശൈത്യയാണ് സ്റ്റോറി ടെല്ലിങ് പറയുമ്പോൾ മുതൽ വികാരങ്ങൾ മാത്രം, അതായത് സെന്റിമെന്റൽ ആയ ഒരു സ്റ്റോറി ടെല്ലിങ് ആണ് വന്നത്. ആ സമയത്ത് ഈ ഓഡിയൻസ്, അതായത് ഇവരിരുന്ന മറ്റ് കണ്ടസ്റ്റൻസില് ആര്യൻ ഇങ്ങനെ തലവേദനയാന്നൊക്കെ പറയുന്നുണ്ട്. സരിക കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് എന്താടാ നീ കാണിക്കുന്നൊക്കെ. ഇങ്ങനെ ഇരുന്ന് അങ്ങ് ചിരിക്കുവാണ്. അങ്ങ് ചിരിക്കുവോ? ഇവനൊരു ക്യാപ്റ്റനായിട്ട് ഈ ആഴ്ച വൻ പരാജയം. എല്ലാരും പറഞ്ഞു അനീഷിന്റെ ക്യാപ്റ്റൻസിയാണ് ഏറ്റവും വലിയ പരാജയം എന്ന്. എനിക്ക് തോന്നുന്നത് അനീഷിന്റെ ക്യാപ്റ്റൻസിയിലാണ് ഒരുവിധം നന്നായിട്ട് നടന്നത്. ഷാനവാസ് വന്നു, ഇപ്പൊ ദേ ഈ ആഴ്ച ആര്യൻ എടുത്ത്, ആര്യൻ തന്നെ അതിനകത്തിൽ ശുദ്ധ അബദ്ധങ്ങൾ കാണിക്കുന്ന ഒരാഴ്ചയാണ്. ചെരിപ്പേറ് വരെ ആര്യൻ നടത്തും. നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ ശൈത്യ സ്പീച്ച് കഴിഞ്ഞ ഉടൻ തന്നെ അഭിലാഷ് ചാടിയല്ല ഗർജിക്കുന്ന സിംഹം വീഴുന്ന മാതിരി ആര്യന്റെ നേരെ വരുന്നു. ആര്യന്റെ നേരെ വന്നെങ്കിൽ അത് പിന്നെ സോഫ്റ്റ് ആയി റെനയിലേക്ക് മാറി. എന്താ ചീവീടെന്ന് പറയും. ബിഗ് ബോസിലെ ചീവീടെന്ന് പറഞ്ഞാൽ റെന ഫാത്തിമയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. കിലുകിലുകിലാന്ന് നിർത്തത്തില്ല. ഒരു പ്രായത്തിന്റെ പക്വതയോ അല്ലെങ്കിൽ ഒരു സംസ്കാരശൂന്യമായ പദങ്ങളും ഒക്കെ കൊണ്ട് പോകുന്ന ഒരു കൊച്ചാണ് റെന. പക്ഷെ എങ്കിൽ പോലും ഇന്നലെ റെനയുടെ ഭാഗത്ത് എത്രത്തോളം തെറ്റുണ്ടെന്ന് നമ്മൾ തോന്നും. അഥവാ ഇതിനകത്ത് ചിരിച്ചാൽ പോലും അത് തെറ്റേ എന്ന് പറഞ്ഞ് തിരുത്താന്നുള്ളേ ഉള്ളൂ. ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ഇന്നത്തെ ബിഗ് ബോസില് രാവിലെ മുതല് ബീപ് ശബ്ദം കേൾക്കാം ഇവർ സംസാരിക്കുമ്പോ. എന്ന് വെച്ചാൽ ഈ തെറിയ പറയുന്നതല്ല. ഇത്ര തറയായിട്ട് ഈ ബിഗ് ബോസ് കൊണ്ടുപോകാൻ ഏഷ്യാനെറ്റിന് എങ്ങനെ കഴിയുന്നു? ലൈവിലാണേ, എഡിറ്ററിൽ വരുമ്പോ ഇതൊന്നും കാണത്തില്ല. എന്നാലും ഈ ലൈവും ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുന്ന 24/7 ലൈവ് വെച്ചിട്ട് ഇവര് കാണിക്കുന്ന ഈ കോപ്രായം എല്ലാം ഇതിനകത്ത് വരുമ്പോ, ലാലേട്ടൻ ഒരു മഹാനടനാണ് ലാലേട്ടൻ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇവിടെ നമ്മുടെ മലയാളത്തിന്റെ താരങ്ങളാണ് മമ്മൂട്ടി, മോഹൻലാൽ. മമ്മൂട്ടിയുടെ അസുഖം തീർന്നപ്പോ ലാലേട്ടൻ പോയി കെട്ടിപ്പിടിക്കുന്ന ഹഗ് ചെയ്യുന്നു, ശൗര്യനെ പോയി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ അത്രയും ബന്ധങ്ങളുള്ള ഒരു നല്ല 2 നടന്മാരെന്ന് വെച്ചാൽ ലാലേട്ടനും മമ്മൂട്ടിയെ. അതിലെ ലാലേട്ടനൊക്കെ ഈ ഒരു ഇങ്ങനെ അങ്ങോട്ട് വൾഗാരിറ്റി ഉള്ള ഒരു ഷോ ആയിട്ട് മാറുകയാണല്ലോ ഇത്. ഇതിനകത്തില് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ടാസ്കും ഇല്ല, ഗ്രൂപ്പ് ടാസ്കേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുത്താൽ ഇവന്മാർ കളിക്കത്തില്ല. വാഴകൾ എന്ന് പറയുന്നത് കറക്റ്റാണ്. അത്രയും മോശമായ കുറെ കണ്ടസ്റ്റൻസിനെ ഇതിനകത്തില്. അതുവരെ ഇവരുടെ ചെറിയ വീക്ക്നെസ്സിൽ പിടിക്കുകയാണ്. അനിമോള് കരയുന്ന വീക്ക്നെസ്സിൽ കരയിപ്പിക്കാനുള്ള ഉണ്ടാക്കുക. കാര്യം കോണ്ടന്റ് ഇല്ല. അതില്ല. റെന ഫാത്തിമ, റെനയുടെ കിലുകിലുകിൽ അച്ചീവീഡ് സൗണ്ട് അത് പറയാൻ വേണ്ടി അഭിലാഷ്, ഒനിയില് ഇവരൊക്കെ കിടന്ന് കസർത്ത് കാണിക്കുന്ന ഒരു ദിവസം എല്ലാ സമയം. അതിലെ ടാസ്ക് ഭൂമി കയ്യേറ്റം നടത്തി, അതിനകത്തില് നല്ലപോലെ എല്ലാവരും കളിച്ചു. ഇപ്പൊ അവിടെ ജിസേല്, ഒനിയില്, അഭിലാഷൊക്കെ ഒരു ടീമാണ്. ഇവരൊക്കെ എങ്ങോട്ടും അങ്ങോട്ട് തിരിഞ്ഞൊന്നും പറയാൻ പറ്റില്ല. ഓരോ ദിവസവും ഓരോ രീതിയിലാണ്. അപ്പം ആ ഭൂമി കയ്യേറ്റം ടാസ്ക് ഇന്നലെ നടന്നു. അവിടെയും നല്ല രീതിയിൽ കളിച്ചു. അത് അനീഷ്, അക്ബർ ആ ടീമിനാണ് ഇന്നലെ വിജയം കിട്ടിയത്. ബി ടീമാണ്. നമ്മൾ നേരത്തെ അതിന്റെ ടീം അംഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞതാണ്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു വഴക്കാണ് ഇന്നലത്തെ. റെന ഫാത്തിമ കൊച്ച് ഒന്ന് നിർത്തണ്ടേ? എന്റെ ഭാഗത്ത് തെറ്റില്ല, അതുകൊണ്ടായിരിക്കും അത്രയും പറഞ്ഞത്. തെറ്റുണ്ടെങ്കിലും അത് ഇത് തന്നെയാണ്.
പിന്നെ അനുമോള് കാണിക്കുന്നത് ഇതൊക്കെ തന്നെ. മിസൈൽ ഇപ്പം സൈലന്റ് കില്ലറാന്ന് തോന്നുന്നു. ഇപ്പം പഴയ മാതിരി അറ്റാക്ക് നേരെയല്ല, ഇപ്പൊ സൈഡിൽ കൂടെ സൈലന്റ് ആയിട്ട് അണികളെ ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഞാനത് കാണുന്നുണ്ട്. ഈ ആർക്കും ഒരു ടീമിനെ ഉണ്ടാക്കാൻ പറ്റാതെ ഷാനവാസൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ ഷാനവാസിന് ജിസൈലിലേക്ക് ഈ ഇത് ഷിഫ്റ്റ് ആയി പോയി ആ ടീം വർക്ക് എന്ന് വേണം കരുതാൻ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്ക് ഇത് ലൈവ് കാണുമ്പം അപ്പൊ ചോദിക്കും ലൈവ് എന്തിനാ കാണുന്നത്? ലൈവ് എന്തിനാ ലോകം മൊത്തം പ്രക്ഷേപണം ചെയ്യുന്നത്? അപ്പൊ നമ്മൾ കണ്ടിരിക്കും. നമ്മള് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇതിനത്തില് ബുദ്ധിപരമായ വീക്കിലി ടാസ്ക് ഒന്നും ഉണ്ടെന്നോ അല്ലെങ്കിൽ പണിപ്പുര ടാസ്ക് ഇതൊക്കെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇവർക്ക് കൊടുത്തിട്ട് കാര്യമില്ലെന്ന് ബിഗ് ബോസ് തന്നെ കരുതി കാണും. അതൊക്കെ ആയിരിക്കും. എന്തായാലും ശരി, ഇതിനകത്ത് ചീത്ത പറയുന്നതിന് ഒനിയിലൊക്കെ ഇന്നലെ എന്താ ചീത്ത പറയത്തില്ലായിരുന്നു. ആര്യനും കുഴപ്പമില്ലാത്ത രീതി പറയുന്നുണ്ട്. അപ്പാനി ശരത്ത്, പിന്നെ ഷാനവാസ്, അഭിലാഷൻ, ഇവരെല്ലാം ചീത്ത വിളിയുടെ എന്തെങ്കിലും വല്ല അവാർഡ് ബിഗ് ബോസ് കൊടുത്താൽ നല്ലതായിരിക്കും. ഇത്രയും നടന്നിട്ട് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറഞ്ഞല്ലോ ഒനിയിൽ കൺഫെഷൻ റൂമിലേക്ക് വരും, ആരെയും വിളിച്ചു കണ്ടില്ല. അല്ലെങ്കിൽ ബിഗ് ബോസിന് പറയാമല്ലോ ഇത്രയും ചീത്തകൾ അല്ലെങ്കിൽ അബ്യൂസീവ് വേർഡ്സ് നിങ്ങൾ ബിഗ് ബോസിൽ ഉപയോഗിക്കരുത്. ഒന്നും പറഞ്ഞില്ല, അവിടെ ഉറങ്ങിയിരിക്കുകയാണോ ബിഗ് ബോസ്? അപ്പൊ എന്ത് കാര്യത്തിനാണ് ഇത്? ഇത് ബിഗ് ബോസ് ഇത് കണ്ട് ആഘോഷമാക്കി എടുക്കുകയാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. എന്തായാലും ശരി, ഈ ബിഗ് ബോസിന്റെ വില കളയുന്ന രീതിയിലാണ് ടാസ്കുകൾ കുറവ്, അല്ലെങ്കിൽ ഇവർക്ക് ഡ്രസ്സുകളില്ല. ഇപ്പൊ 2 ജോഡി ഡ്രസ്സുകൾ തന്നെ കണ്ട് കണ്ട് വ്യൂവേഴ്സും എടുത്ത് അവരും എടുത്ത്, കോസ്റ്റ്യൂം ഇല്ല, മറ്റ് കോസ്മെറ്റിക്സ് ഇല്ല, ഒന്നുമില്ല. റേഷൻ പോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല, ടാസ്കിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ പിന്നെ ആര്യൻ തന്നെ നശിപ്പിച്ചെന്ന് വേണം പറയാൻ. മിണ്ടാതിരിക്കുന്ന ടാസ്കില് അനീഷ് നല്ല രീതിയിൽ പൊരുതി വന്നതാണ്. അനീഷിന്റെ സ്ട്രാറ്റജിയാണ് അവിടെ വെളിവായത്. ഇവനെ സംസാരിപ്പിക്കാൻ ഇവരെല്ലാം കൂടെ ശ്രമിച്ചു. ഇവന്റെ നേരെ കയറിയനെ അവൻ സംസാരിച്ചിരുന്നേ. അനീഷ് ബുദ്ധിപരമായി കളിച്ചുകൊണ്ട് അത് എല്ലാവർക്കും മനസ്സിലായി. അതിനുശേഷം പിന്നെ റെനയും മറ്റ് അങ്ങനെയൊക്കെയുള്ള ആദില നൂറയൊക്കെ പറയുന്നുണ്ട് അനീഷ് തന്ത്രപരമായി കളിച്ചതാണ്. പക്ഷെ ഈ ആര്യന് അവൻ തലമുട്ടയടിക്കുന്നതായിരുന്നു, അവൻ ഫെയിലറായി. ചിലപ്പോ ഇതൊരു ജയിക്കത്തില്ലായിരുന്നു. ബിഗ് ബോസിന്റെ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കാനുള്ള പണിയായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൽ ഇവര് പരാജയപ്പെട്ടു. 1000 പോയിന്റ് വാങ്ങാണ്ടാണ്, ഇത്രയാണ് ഓർക്കുന്നില്ല. പോയിന്റുകൾ നഷ്ടമാക്കിയെന്നല്ല, ഈ പണിപ്പുര വീട്ടിലെ ഫുഡ് എടുക്കാൻ കയറുന്ന ടാസ്ക് അല്ലാതെ കണ്ട് ഈ ഇന്നലത്തെ ഭൂമി കൈയേറ്റം അത് വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും കളിച്ചു. ബഹളമായിരുന്നു, അങ്ങ് മറിഞ്ഞ് വീണ് ആര്യനൊക്കെ കമന്ന് കടന്ന് എതിർ ടീമിന്റെ കൂടെ നിൽക്കുന്നതാണെന്ന് തോന്നിപ്പോകുന്ന കളികളാണ് ഇന്നലെ ആര്യം കളിച്ചത്. നമുക്ക് തോന്നിപ്പോകും അങ്ങനെ. ഒന്നും ചെയ്യുന്നുമില്ല. ടാസ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും മറ്റ് ഒരു ക്യാപ്റ്റൻസിയിലും ഒക്കെ വൻ പരാജയമായിരുന്നു ആര്യം എന്നുള്ളതാണ്. ഈ ആഴ്ചയാണ് തെറികളുടെ ബിഗ് ബോസ് എന്ന് വേണം പറയാൻ. അങ്ങനെ ഓരോ ദിവസവും പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോകുന്ന ബിഗ് ബോസ്. അപ്പൊ ഇപ്പം ഇന്നത്തെ നമുക്കറിയാം, ലാലേട്ടൻ വരുമ്പം പിന്നെ നോമിനേഷനിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ശാരികയും അവരവരൊക്കെ ശൈത്യയൊക്കെ ഉണ്ടല്ലോ. ആരൊക്കെ പുറത്തു പോകും ഇന്ന് അല്ലെങ്കിൽ നാളെ പോകും, അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ പുതിയതായി എന്തെങ്കിലും ലാലേട്ടൻ ഈ ആര്യന്റെ ചെരിപ്പേർ അഭിലാഷ് ഈ പറഞ്ഞതിന് തർക്കം വന്നപ്പോ ആര്യൻ ചെരിപ്പ് എറിഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു ക്യാപ്റ്റനായിട്ട് അയക്കാൻ സംയമനമില്ല. ക്യാപ്റ്റൻസി കൊടുത്തിട്ട് അവിടെയും പരാജയം. ഞാൻ എല്ലാവരെയൊക്കെയും പക്ഷെ ഒരു ഇച്ചിരി ഇമേജും ഒക്കെ ഉണ്ടായിരുന്നു, അവനത് കളഞ്ഞു പൊളിച്ചു. എല്ലാവരുടെ ചെല്ലുമ്പോൾ എല്ലാം തർക്കത്തിന് ഞാൻ ക്യാപ്റ്റനാണ് ഹ്യൂമാനിറ്റി വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്. ഇപ്പോൾ ജിസയിലാണ് സൈലന്റ് ആയിട്ട് കളിക്കുന്നത് എന്ന് മനസ്സിലാവും. അനീഷ് 2 ടീം അതാണ്. പിന്നെ കുറെ വാഴകള്, നെവിന് എന്തോ രാവിലെ കിച്ചണിൽ കിടന്ന് ഭയങ്കരമായ വഴക്ക് കേട്ടു. ഇതൊക്കെ ഇവരൊന്നും ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത സാധനങ്ങള്. ഈ ഒരാള് വഴക്കിടുന്ന സമയത്ത് അതിലേക്ക് പോയി ഞാൻ അഭിലാഷ് പറയുമ്പോഴത്തേക്ക് ഒന്നില് വന്നാണ് ചാടി വീഴുന്നത്. അപ്പം 2 പേര് തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ തീർക്കട്ടെ. ഇതിനിടയ്ക്ക് എന്ത് പറഞ്ഞാലും അനീഷ് പോയി മധ്യസ്ഥനായിട്ട് നിൽക്കുന്നു.
ഷാനവാസ് പോലും നിൽക്കുന്നില്ല. ഷാനവാസ് അപ്പുറം ഇപ്പുറം ചവിട്ടി ഇങ്ങനെ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇവരുടെ ഒരു ഇതുവരെ ഈ 3 ആഴ്ചകളിലേക്ക് വരുമ്പം ഒരു നല്ല കണ്ടസ്റ്റൻസ് ഇതിനകത്തിൽ എത്ര പേരെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും സംശയമാണ്. അനീഷോ ജിസയിലോ അല്ലെങ്കിൽ ബാക്കി എല്ലാവരും താഴെ നിൽക്കുന്നവരാണ്. നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായി കാണാം. നന്ദി, നമസ്കാരം.